الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. الحمد لله. ഞങ്ങളെല്ലാവരും മുഹറം തിങ്കളിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുഹറം മൂന്നാമത്തെ നാളാണിണ്ട്, നാലാമത്തെ ജാവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരും വിഷമങ്ങളെ പരിഹരിച്ച് തരുമാറാവട്ടെ. ധാരാളം വിഷമങ്ങൾ പരിഹരിച്ച തിങ്കളാണ് ഈ മുഹറം. നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹിസ്സലാം 30 ചില്ലാര വർഷം രോഗിയായിട്ട് കിടന്നിട്ട് ആ രോഗത്തിൽ നിന്നിട്ട് ശിഫ ആയ തിങ്കളാണിത്. നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട തിങ്കളാണിത്. യൂനുസ് നബി അലൈഹിസ്സലാം മീൻ്റെ ബയത്ത് രക്ഷപ്പെടുത്ത നാളാണിത്. മീൻ്റെ ബയത്തുക്ക് പോകേണ്ടി ചെന്നെങ്കിൽ ചെറിയ വിഷയമല്ല. ഖുർആൻ ചൊല്ലു യൂനുസ് നബി അലൈഹിസ്സലാമുടെ ഡബിൾ കഷ്ടത്തിലാക്കിയാണ്. സിംഗിൾ കഷ്ടമല്ല, ഡബിൾ കഷ്ടം. ഒന്ന് മീൻ്റെ ബയത്തിലൊഴുക പോയതാണ്, രണ്ടാമത് കടലിൻ്റെ അടിയിലാണ്. ഡബൽ ഇരുട്ടിൽ ചിമ്മൽ നങ്ങാക്കിയ ആ യൂനുസ് നബി അലൈഹിസ്സലാം മീൻ്റെ ബയത്തിന് പുറത്തു വന്ന തിങ്കളാണിത്. മൂസാ നബി അലൈഹിസ്സലാമുടെ അല്ലാഹു രക്ഷപ്പെടുത്തിയ തിങ്കളാണ് ഈ തിങ്കൾ, മുഹറം തിങ്കൾ ആയതുകൊണ്ട് ഷഹറുല്ലാ ചെല്ല പേരാണ്. അള്ളാഹുടെ ഡയറക്റ്റ് സഹായം കിട്ടുന്ന തിങ്കളാണ് ഈ മുഹറം. മുഹറം തിങ്കൾ ഞങ്ങളെ പുതിയ വർഷമാണ്, മുസ്ലിമീങ്ങളെ പുതിയ വർഷമാണ് മുഹറം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ തിങ്കളുടെ ബറക്കത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ എത്ര ആൾമാർ വിഷമങ്ങൾ ഉള്ളങ്ങുള്ളാർ, ഈ സ്വലാത്ത് മജ്ലിസ് ബന്ധച്ച കൂട്ടത്തിൽ ഷുഗർ ഉള്ളങ്ങുള്ളാർ, നടുനമ്പലുള്ളങ്ങുള്ളാർ, ഹാർട്ട് നമ്പലുള്ളങ്ങുള്ളാർ, മേൽക്കൈ നമ്പലുള്ളങ്ങുള്ളാർ, എന്തെല്ലാം വിഷമങ്ങൾ കടങ്ങൾ ഉള്ളങ്ങുള്ളാർ. അള്ളാഹു എല്ലാരെ വിഷമങ്ങളെയും അള്ളാഹു തീർത്തു തരുമാറാവട്ടെ. തങ്ങൾ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഇപ്പ എത്ര ഐക്യമൊന്നോളൂ ഒന്ന് രണ്ട് പലക്ക മാത്രം ചെന്നുകൊണ്ടുള്ള അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ഈ ദുനിയാവ് ചെല്ലത് ഒരു ലിമിറ്റഡ് പീരിയഡ് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ടൈം മാത്രമാണ് ഞങ്ങളെ ഈ ദുനിയാവിലുള്ളത്. ദുനിയാവുക്ക് തീരെ 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 ബല ഇല്ലാണ്ട് നച്ചല്ല. പക്ഷെ ദുനിയാവിൽ നല്ല നിലക്ക് ജീവിച്ച ആൾമാർക്ക് നാളെ ഖബറിൽ നല്ല ജീവിതമാണ് കിട്ടുക. ഖുറത്തു സാദാത്ത് കൂറാത്തങ്ങൾ വഫാത്തായിട്ട് 1 വർഷമായി. അവിടെ ഉണ്ട് ഉറൂസ് ഇണ്ടും അവിടെ തിരക്ക് തീർന്നിട്ടില്ല. പുത്തൂരിൽ ഉടനീളം ബസ് സ്റ്റാൻഡിലും പുറത്തും അവിടെയും ഇവിടെയും ആൾമാരെല്ലാം ബ്ലോക്കാണ്. 10-15 കിലോമീറ്ററത്തോളം ബ്ലോക്കാണ്. പുത്തൂരിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സിങ്ങ ഇല്ല, വാഹനങ്ങൾ മെയ്യായോണ്ടില്ല. അവിടെ സുബൈക്കുണ്ട്, സുബൈക്ക് തുടങ്ങിയ ഭക്ഷണം വിതരണാക്കൂ. പക്ഷേ ഇപ്പം ഭക്ഷണം വിതരണാക്കിയിട്ട് തീർന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത വലിയൊരു അംഗീകാരമാണ് ചെയ്ത് ഖുറത്തു സാദാത്ത് കൂറാത്തങ്ങൾക്ക് ഞങ്ങളെ ഈ മഹല്ലത്തിലെ ഖാദിയും കൂടി ആയിട്ട് അള്ളാഹു ഇനിയും ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ജീവിതം അള്ളാഹു അംഗീകരിച്ചതായതുകൊണ്ടാണ് അങ്ങ് ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയത്. നിങ്ങൾ നോക്കൂ, മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന വലിയൊരു സൂഫി വര്യൻ. ആ സൂഫി വര്യൻ ഒരു നാൾ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ പോയപ്പോ റോഡിൽ വലിയൊരു മെരവണിക പോയോണ്ട്, വലിയ മെരവണിക ചെന്നെങ്കിൽ വലിയ മെരവണിക, രാജാവുടെ ആൾമാർ മിലിറ്ററിയും പോലീസും എല്ലാം ഉണ്ട്. അപ്പോ വയസ്സായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ ഒരാളെ വിളിച്ചിട്ട് കേടുത്ത്, അല്ല മനുഷ്യ ഇതെന്താണ് ലൈൻ, ഇത്ര ഉദ്ധത്തെ ലൈൻ എന്തരേണ്ട കേട്ടപ്പോ ആ മനുഷ്യൻ ചൊന്തു, അത് ഞങ്ങളെ രാജാവുടെ മോള് രാജകുമാരില്ലേ, ആ രാജകുമാരെ ഞങ്ങൾ മെരവണികല് വിളിച്ചോണ്ട് പോയോണ്ടുള്ള പല്ലക്ക് മെരവണിക. അപ്പോ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുക്ക് എടുത്ത് നിങ്ങളെ രാജാവുടെ മോളുടെ വിശേഷത്തെ എന്താണ് പ്രത്യേകത, സ്പെഷ്യാലിറ്റി എന്താണ്?
അപ്പോഴാണ് ആ അതിരെ കൂട്ടത്തിലുള്ള ഒരാൾ ചെന്ന്, ഒന്ന് രാജാവുടെ മോളാണ്, രണ്ടാമത് സുരസുന്ദരിയാണ്, ഭാര്യ ചന്തത്തെ പെണ്ണാണ്. അപ്പോ അവൾക്ക് സ്വയംവരവും അതും ഇതും കാര്യക്രമെല്ലാം നടക്കുകൊണ്ടു ആയതുകൊണ്ട് അവളെ ഞങ്ങൾ പല്ലക്കിൽ ഇങ്ങനെ വിളിച്ചോണ്ട് പോണ്ടേ. ചെന്നിട്ടാകുമ്പോ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത്, എങ്കിൽ നിങ്ങളെ രാജാവ് ആ രാജാവുടെ മോളുടെ സേലാക്കിടാണ്ട് കെടുത്ത് വിക്കിടാണ്ട് കേട്ടപ്പോ ഈ കേട്ട ആളുക്ക് ഇയാള് കയത്ത് ഈ വയസ്സര ആളുക്ക് ഇതെല്ലാം വേണ അധിക പ്രസംഗ രാജാവുടെ മോളെ വിഷയപ്പെടുവരും അല്ലാത്തങ്ങ മോളെ വിക്കിടാറാണ്ട് കേക്കുവാർ ആരെങ്കിലും ഇയാൾ ഇത് തമാശാക്കുക വേണായിട്ടല്ലേ കേക്കടേ ചെന്നിട്ടു അയാളൊട്ടിಗೆ അത് ഞങ്ങ രാജാവുടൊട്ടികമേ കേക്കുക. ഒരു സമയം വിക്കടായിട്ട് ഇക്കൊണ്ട് ചെന്നിട്ട് ആ വയസ്സായ മാലിക്കുദ്ദീനാരെയും വിളിച്ചിട്ട് നിങ്ങൾ ബണ്ടാരെങ്കിൽ രാജാവുടെ മുട്ട അരമണിക്ക് ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് പോണ്ടേ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് പോയിട്ട് രാജാവുടെ മുട്ട മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹുരെ പുറത്ത് നിപ്പാടിയിട്ട് ഇയാൾ ഉൾഗ പോയിട്ട് രാജാവോടൊട്ടി ചെന്നു, രാജാവേ നിങ്ങളെ മോളെ വിക്കിടാറാണ്ട് കേട്ടിട്ട് ഒരാള് വന്നൊരു ഒരു വയസ്സായ ഒരാള്, അപ്പൊ അയാൾക്ക് നിങ്ങളെ മോളെ വിക്കിടാറാണ്ട് കേട്ടോണ്ടുകൊണ്ട് ചെന്നപ്പോ അയാള് ചൊന്തു സുബ്ഹാന ജല്ല ರಾಜಾವುಗ ಅರ್ಸವಂತು ವಲ್ಲಾತ ಅರ್ಸವಂತು BP ರೇಸ್ ಐತು. ರಾಜಾವು ಚೊಂತು ಅದಾರು ನಂಡೆ മോളെ പർച്ചേസ് ആക്കിടെ താക്കത്തുള്ളവൻ ആറ് അവന്റെ നുൽക വിളിച്ചവരുണ്ട് ചൊന്തു. അങ്ങനെ ഇയാള് പുറത്ത് വന്നിട്ട് ചൊന്തു, രാജാവ് നിങ്ങളെ വിളിച്ചോണ്ടുണ്ടു, ഡീല് നടക്കിട അന്താജുണ്ട്, നിങ്ങൾ ഉൾഗ വറുണ്ട് ചൊന്തു. അങ്ങനെ ഉൾഗ പോയിട്ട് ഗണഗംഭീരമായ വയസ്സായ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊല്ലെ സുപ്രസിദ്ധ അക്കാലത്തെ വലിയും സുപ്രസിദ്ധ സൂഫിയുമായ ആ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു അവിടേക്ക് പോയിട്ട് അങ്ങനെ പോയിട്ട് എന്തും ഇല്ലാണ്ട് അതാ ഒരു വിഷയത്തെ ടെൻഷനും ഇല്ലാണ്ട് എന്തും ഇല്ലാണ്ട് ഒരു മുഖഭാവത്തിൽ ഒരു ചേഞ്ചസും ഇല്ല എന്തും ഇല്ലാണ്ട് ഇങ്ങനെ അതാ നിണ്ടിട്ട് നോർമലായിട്ട് നിണ്ടപ്പ രാജാവ് കേട്ടത് ആര് നന്റെ മോളെ പർച്ചേസ് ആക്കുമെന്ന ആളാറ് ഇയാളാണോ കൊണ്ട് കേട്ടപ്പോ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊന്തു, യെസ് രാജാവേ, യെസ് റൈറ്റ്, നാനാണ് നിങ്ങളെ മോളെ പർച്ചേസ് ആക്കുമെന്നത് നാനാണ്. ധൈര്യത്തിൽ ചെന്നപ്പോ രാജാവ് ഗായിത്തു എന്തോ ഒന്ന് ഇതിലുണ്ട്, ഈ വയസ്സര ആള് ചില്ലറ ആളെന്തോ അല്ല, എന്തോ ഒരു വിശേഷത്തെ ഇയാളിൽ ഉണ്ടോ ചെന്നിട്ടു അതാ രാജാവ് തെല്ല അവിടെ സൈലന്റ് ആയിത്തു. എന്നിട്ട് രാജാവ് തെല്ല ആലോചന ആക്കിട്ട് കേടുത്ത്, അല്ല മനുഷ്യ, നന്റെ മോളെ പർച്ചേസ് ആക്കിടത് അത്ര എമൗണ്ട് നിങ്ങളെ കയ്യിലുണ്ടോ, അത്ര മുതല് നിങ്ങളെ കയ്യിലുണ്ടോ, അത്ര സമ്പത്ത് നിങ്ങളെ കയ്യിലുണ്ടോ? അപ്പോഴാണ് ഈ വയസ്സായ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊല്ലെ, എന്തേ ഇല്ലാണ്ട നിന്റെ കയ്യിലുണ്ടോ, നിങ്ങളെ മോളെ പർച്ചേസ് ആക്കിട എത്ര പൈസ നിന്റെ കയ്യിലുണ്ടോ കൊണ്ട് ചെന്നപ്പോ രാജാവ് പിന്നെയും ആശ്ചര്യായിത്തു. രാജാവ് കേടത്ത്, അല്ല മനുഷ്യ, നന്റെ മോളെ റേറ്റ് എത്രണ്ട് നിക്ക് ഗൊന്തുണ്ടാണ്ട് കേട്ടപ്പോ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊന്തു, അതും നക്ക് ഗൊന്തുണ്ടു, നിങ്ങളെ മോളെ റേറ്റ് എത്രണ്ടും നക്ക് ഗൊന്തുണ്ടു. അപ്പൊ പിന്നെ രാജാവുക്ക് പിന്നെയും ആശ്ചര്യായിത്തു. നന്റെ മോള് ആ വിക്കിടാറാണ്ട് കേട്ട അയാള് റേറ്റ് ചൊല്ലണായ നാണ്, എന്നിട്ട് നിങ്ങളെ മോളെ റേറ്റ് എത്രണ്ടും നക്ക് ഗൊന്തുണ്ടു, പർച്ചേസ് ആക്കിട ആളും ഇയാളാണ്, എന്താണ് ഇത്, എന്തോ ഒരു വിശേഷം ഉണ്ടോ ചെന്നിട്ട് മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊല്ലെ വയസ്സായ സൂഫി വര്യൻ അവിടെ ഇക്കുമ്പോ അതാ രാജാവ് എഞ്ചി നിണ്ടത്ത് മെല്ലെ സിംഹാസനത്തെ ഇഴിഞ്ഞിട്ട് വന്നിട്ട് മെല്ലെ കേട്ടിട്ട്, അല്ല മനുഷ്യ, നന്റെ മോളെ എത്ര, നന്റെ മോളെ റേറ്റ് എത്ര നിങ്ങൾ ചൊല്ലറ് നോക്കുവാണ്ട് ചെന്നിട്ടാകുമ്പോ ഒരു മുഖഭാവത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാണ്ട മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊന്ന ഉത്തരം തരേകുന്നുണ്ടാ, നിങ്ങളെ രാജകുമാരില്ലേ, ആ രാജകുമാരിയുടെ റേറ്റ് വണക്ക് ജണ്ട് കാരക്കട വിത്താണ് കേട്ടോ, ജണ്ട് കാരക്കട വിത്താണ്. ഇത് കേട്ടിട്ടാകുമ്പോ രാജാവ് കംപ്ലീറ്റ് അവിടെ എന്തായിട്ട് തെച്ചു പോയിത്ത്, രാജാവ് വല്ലാണ്ട് എന്തായി പോയിത്ത്, വല്ലാണ്ട് അയാളെ തലയിൽ നിന്ന് BP എല്ലാം ഇഴിഞ്ഞു പോയിത്ത്, അയാള് പിന്നെയും ഒരു സ്റ്റെപ്പ് ഇഴിഞ്ഞിട്ട് എന്നിട്ട് ചൊന്തു,
നിങ്ങ ചില്ലറ ആളല്ലാണ്ടെന്നൊക്കെ മനസ്സിലായോണ്ടുണ്ടു. ആയതുകൊണ്ട് നിങ്ങളൊട്ടിക്കെന്താണ് ജോറിലെന്തും ഉണ്ടില്ല നാണ് വല്ലാത്ത അർശത്തിലാണ് ഇന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഡൗൺ ആയിട്ടുള്ള നക്ക് ഒന്നും കൂടി ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ തരണം, ഒന്നും കൂടി ഒരു വിവരണം നക്ക് തരണം. നന്റെ മോളുകു രണ്ട് കാരക്കട വിത്തല്ല വണക്ക് കാരക്കട വിത്തുണ്ടല്ലേ ചെന്ന് ആ രണ്ട് വണക്ക് കാരക്കട വിത്ത് എന്ത് കണക്കിലുണ്ട് അതൊന്നും നിങ്ങൾ ചെല്ലണോ. അത് നിങ്ങൾ ഒന്ന് ചെല്ലമാട്ട് കേട്ടിട്ടാകുമ്പോ രണ്ട് വണക്ക് കാരക്കട വിത്ത് രണ്ട് വണക്ക് വിത്ത് ഉണ്ടല്ലേ നിങ്ങ ചൊന്ന് അത് എന്തേ നിങ്ങ രണ്ട് വണക്ക് കാരക്കട വിത്ത് ഫിക്സ് ആക്കുള്ള കാരണം എന്തേണ്ട് കേട്ടിട്ടാകുമ്പോ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊല്ല സൂഫി വര്യൻ അവിടെ ചൊല്ല ഒരു ഉത്തരവുണ്ട്. ഞങ്ങളെ റായത്തിലുള്ള ഓരോരുത്തരും അത് മനസ്സിൽ വെച്ചെല്ലാം. അത് നിങ്ങളെ കാതിൽ കേട്ടിട്ട് അതങ്ങനെ ബുടകു തീര ഈ കാതിൽ കേട്ടിട്ട് ഈ കാതിൽ ബുടനായ വിഷയമല്ല. അവിടെ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊന്ന ഉത്തരവുണ്ടല്ലേ അത് ഞങ്ങളെ കൽബിൽ ഇങ്ങനെ റിംഗായോണ്ടിക്കണോ. ബാലക്കാർത്തിമാർക്ക് അത് കൊന്തിക്കണം, സ്റ്റുഡൻസുമാർക്ക് അത് കൊന്തിക്കണം, ഹൈസ്കൂൾ പോണ്ട മക്കൾക്ക് അത് നനപ്പിക്കണം, അത് സെക്കൻഡ് PUCയിൽ പഠിക്കുന്ന മക്കൾക്ക് അത് കൊന്തിക്കണം, അത് സയൻസ് പഠിക്കുന്ന മക്കൾക്കും കോമേഴ്സ് പഠിക്കുന്ന മക്കൾക്കും ആർട്സിൽ പോയിട്ട് പഠിച്ചുകൊണ്ടുള്ള മക്കൾക്കും എപ്പോഴും മരിക്കറോടത്തോളം നെനപ്പ് വയ്ക്കണായ ഒരു വിഷയമാണ്. ഞങ്ങതാ വല്ലാട്ട് ഭയങ്കരമായിട്ട് എന്തെല്ലാം മേക്കപ്പ് ആക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാരും പോണ്ടത്. എത്ര മേക്കപ്പ് ആക്കിയെങ്കിലും മെയ്യാവില്ല, മുഖത്ത് എത്ര പെയിന്റ് അടിച്ചെങ്കിലും മെയ്യാവില്ല, എത്ര ഐലൈനർ ഇട്ടെങ്കിലും മെയ്യാവില്ല. ഉളു സഹിയായില്ലെങ്കിലും സാരമില്ല, കുളി സഹിയായില്ലെങ്കിലും സാരമില്ല, ഇബാദത്തൊന്നും സഹിയായില്ലെങ്കിലും സാരമില്ല. ഉള്ള എല്ലാ മേക്കപ്പും ആക്കിയിട്ട് നടക്കട ഓരോ പെണ്ണും ഓരോ ബാപ്പയും ഓരോ ഉമ്മയും നെനപ്പ് വയ്ക്കണായ വിഷയമാണ്. അവിടെ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചെന്നത്. മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊന്തു കയ്യിലും മൊബൈലും പിടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും അല്ലാത്തതും എല്ലാത്തതിരെ പിറകത്തെ പോണ്ട് മൊബൈലിന്റെ മക്കയില്ലേ ആ മൊബൈലിന്റെ മക്കളെ നെനപ്പിലും വേണം. പണ്ടല്ല ഇന്നാറ് ആ മക്കൾക്കെല്ലാം ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കട പിറാന്തിന്ത്, കബഡി കളിക്കട പിറാന്തിന്ത്. ഇപ്പ ക്രിക്കറ്റ് കളിക്കട പിറാന്തില്ല, വോളിബോൾ കളിക്കട പിറാന്ത് കൊറോടിയായിട്, ഗ്രൗണ്ടിലും ആള് കൊറോടിയായിട്. ഇപ്പൊ ഔത്തുലു റൂമിലും ബായിലിട്ടിട്ട് മൊബൈൽ നോക്കടെ പിറാന്താണ്. ഇപ്പത്തെ മക്കളെല്ലാം മൊബൈലിന്റെ മക്കളാണ്. ആ മക്കൾക്കും കൂടി നെനപ്പ് വേണോ. മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊന്തു രാജാവേ നിങ്ങളെ മോളു ആ മോളെ മൂക്കില് പണ്ടത് എന്തരത് മൂക്കട്ടയാണ്. സീതായെങ്കിലും മൂക്കട്ടയാണ് പണ്ടത് അല്ലേ ആണ്. നിങ്ങളെ മോള് 2-4 പൽ തേച്ചില്ലെങ്കില് അപ്പ ബായ് വാസനയാണ് തുടങ്ങണത് അല്ലേ ആണ്. നിങ്ങളെ മോളെ കണ്ണില് വേണ്ടത് പീലയാണ് അല്ലേ ആണ്. നിങ്ങളെ മോള് ടോയ്ലറ്റിക്ക് പോയെങ്കില് അവിടെ അതാ ഞങ്ങ മൂക്ക് കൈവയ്ക്കുമ്പോഴത്തെ മൂത്രവും കാഷ്ടവുമാണ് വേണ്ടത് അല്ലേ ആണ്. നിങ്ങളെ മോള് 2-4 കുളിച്ചില്ലെങ്കില് വേർത്തിട്ട് ഒരാള് പോലും അടുപ്പിക്കാത്ത ഒരവസ്ഥയാണ്, ഭർത്താവ് അടുപ്പിക്കാത്ത അവസ്ഥയാണ്. അതാ കുളിച്ചില്ലെങ്കിൽ ഉമ്മ മോണ്ടം അടുപ്പിക്കാത്ത പരിസ്ഥിതിയാണ് അല്ലേ ആണ്. മാത്രല്ല നിങ്ങളെ മോള് അവൾക്ക് തിങ്ങൾക്കൊരുക്ക മെൻസസ് ആവില്ലേ, പിരീഡ്സ് ആവില്ലേ. ആ പിരീഡ്സ് ആവുന്നത് അത് നല്ല നാളെന്തും അല്ലല്ലോ, അതും ഒരു ശുദ്ധിയില്ലാത്ത നാളുങ്ങല്ലേ, അശുദ്ധിയുടെ നാളല്ലേ. അപ്പൊ അതെല്ലാം ഉണ്ടാവിടെ നിങ്ങളെ മോള്. എന്നിട്ട് അവള് മെരിക്കിടാലുണ്ട് ബേരിക്ക മെരിച്ചിട്ട് ഇണ്ട് തോളോ ഈ ദുനിയാവ് സൃഷ്ടിയായാൽ പിന്നെ ഇണ്ട് ഈ നിമിഷത്തോളം ഒരു ബാപ്പവും നന്റെ പിർസത്തെ കിടാവാണ് ഈ കിടാവ്, നന്റെ പിർസത്തെ മോണാണ് ഈ മോണു. നക്ക ആണായിട്ടും പെണ്ണായിട്ടും ഒരു മോനെ ഉള്ളേ, ഒരു മോളെ ഉള്ളേ. ആയതുകൊണ്ട് ഈ മോന്റെ ഇണ്ട് നിങ്ങ ദഫനാക്കു തീറാ. ഒരു തിങ്കള് കലിയിട്ട് ചൊന്ന ഒരു ബാപ്പയും ഈ ആകാശത്തടിയിലില്ല കേട്ടോ, ഒരു ഉമ്മയും ഈ ഭൂമിയുടെ മേലില്ല. മെരിച്ചെങ്കില് പിന്നെ എപ്പോഴാണ് മയ്യത്ത് കുളിപ്പാട്ടേണ്ടി കേക്കടേ, മരിച്ചെങ്കില് പിന്നെ എപ്പോഴാണ് ഖബറെടുക്കണേണ്ടി കേക്കടേ, എപ്പോഴാണ് മയ്യത്ത് എടുത്തുകൊണ്ട് പോണ്ടേണ്ടി കേക്കടേ. ഇതാണ് ആറും ഒരു ഉമ്മയും ഒരു ബാപ്പയും ഒരു പെഞ്ഞായും
മാപ്പിള മരിച്ചപ്പോ നന്റെ എല്ലാമാണ് നന്റെ മാപ്പിള. ആ മാപ്പിളയുടെ മയ്യത്ത് നന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ മാപ്പിളയുടെ മയ്യത്ത് നിങ്ങ ഇണ്ട് ദഫനാക്കണ്ടാണ്ട് ചൊന്ന ഒരേ ഒരു പെണ്ണിടെ കാട്ടുക ഈ ദുനിയാവിലും സാധ്യയില്ല. നന്റെ കിടാവിടെ ഇണ്ട് കൊണ്ടായിട്ട് നിങ്ങൾ ദഫനാക്കുക തീരാണ്ട് ചൊന്ന ഒരേ ഒരു ഉമ്മടെ കാട്ടുക സാധ്യയില്ല. നന്റെ മോണ്ടെ കൊണ്ടായിട്ട് ദഫനാക്കുക തീരാണ്ട് ചൊന്ന് ഒറ്റ ഒരേ ഒരു ബാപ്പടെ ഈ ദുനിയാവിലും കാട്ടുക സാധ്യയില്ല. നന്റെ പെഞ്ഞായി നന്റെ ഏറ്റവും പിർസപ്പെട്ട പെഞ്ഞായിയാണ്. ഇപ്പോഴും ഞങ്ങളെ കൂട്ടത്തിലില്ലേ പെഞ്ഞായിയുടെ വിഷയം ചൊല്ലുമ്പോ കണ്ണിൽ തണ്ണി പണ്ടങ്ങയില്ലേ. ആ പെഞ്ഞായിരെ കൊണ്ടായിട്ട് ദഫനാക്കുക തീരാണ്ട് ചൊന്ന ഒരു ബമ്പനും ഈ ആകാശത്തടിയിലില്ല, ഭൂമിയുടെ മേലില്ല. അപ്പൊ എന്തായാലും മരിച്ചെങ്കിലേ കൊണ്ടായിട്ട് ദഫനാക്കണം. ദഫനാക്കയിൽ പിന്നെ ഒരു 4 തപ്പിയെങ്കിൽ 2 നാള് 3-ാമത്തെ നാളുണ്ടതാ ഓണ്ട തടി പുളുവാവുക തുടങ്ങിട്, ചീയുക തുടങ്ങിട്, ചീഞ്ഞിട്ടതാ പുളുവാവുടു. ഓണ്ട കണ്ണ് വറുത്ത് പിറകു തുടങ്ങിട്, ബീങ്ങിട്ടതാ പൊട്ടകു തുടങ്ങിട്, നാറകു തുടങ്ങിട്. അതുകൊണ്ടല്ലേ 6 ഫീറ്റ് അടിയില് അതാ മയ്യത്ത് ദഫനാക്കയിൽ പിന്നെ അതിരമേല് കല്ല് വെച്ചിട്ട് അതിരമേല് ചെപ്പെല്ലാം ഇട്ടിട്ട് അതിരമേല് പിന്നെയാണ് മണ്ണിട്ട്, എന്നിട്ട് മണ്ണിട്ടിട്ട് അത് താലാണ്ടിക്കോ പിന്നെയും ഒരു അതൊക്കെ ചെറിയൊരു എത്തറാക്കി കെട്ടിട്ട് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും 2 കല്ലും മീസാന് കല്ല് വെച്ചിട്ടല്ലേ നങ്ങ പണ്ട്. എന്നിട്ട് അതിരമേല് തണ്ണി ബീത്തില്ലേ ഒരു തെല്ല് ഗട്ടിയാക്കോ എന്ത് പർത്തുകത് നാറകു തീരാ ചൊന്നിട്ടാണ്. ഇങ്ങനത്തെ നാറ്റമുള്ള നിങ്ങളെ കുളിക്കാത്ത മോളെ അടുപ്പിക്കാത്ത മൂക്കലും ബായും നാറ് അതാ ടോയ്ലറ്റിക്ക് പോയെങ്കിൽ കാഷ്ടവും മൂത്രവും പണ്ട് നിങ്ങളെ ആ മോളില്ലേ ആ മോളുകു 2 ഉണക്ക് കാരക്കട വിത്ത്. ആ വിത്ത് യാറായില്ല രാജാവേണ്ടാണ് കേട്ടത്. ആരാണ് കേട്ടത്? മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ചൊല്ല സൂഫി വര്യനാണ് കേട്ടത്. ഇത് കേട്ടപ്പോ രാജാവുക്ക് വല്ലാത്ത എന്തോ ഒരു മനസ്സുകൊരു ബദലാവനായി. ഞങ്ങിങ്ങനെ മെരവണികയും ആക്കിയിട്ട് മേക്കപ്പും ആക്കിയിട്ട് എന്തെല്ലാം പറഞ്ഞ പുതിയ സ്റ്റൈലിന്റെ ഡ്രസ്സും ഇട്ടിട്ട് നടക്കണായ ആൾമാരെല്ലാം നങ്ങ ചൊല്ല ബോധം ആർഗ വന്ന് ആ രാജാവുക വന്ന് ഈ ആഡംബരെല്ലാം വലിയ നല്ലൈക്കല്ലാണ്ട് ചൊന്നിട്ടു ഈ മാലിക്കുദ്ദീനാർ രാജാവുക പടിപ്പാട്ടുകയാണ് പോയത്. നാണ് നിങ്ങളൊട്ടിಗೆ ചൊന്നോണ്ടുള്ളേ, നാണ് ഉമ്മമാരൊട്ടിಗೆ ചൊന്നോണ്ടുള്ളേ. ഞങ്ങൾ ലിപ്സ്റ്റിക് ഇല്ലേ, മേക്കപ്പ് ആക്കില്ലേ, മുഖത്തുക്ക് പൈന്റ് കൊടുക്കില്ലേ, ഉള്ള എന്തെല്ലാം ഞങ്ങളെ സൗന്ദര്യവർദ്ധക സാമാനുകളുണ്ടോ അതിക്കെല്ലാത്തെയും ഫസ്റ്റ് ഗിറാക്കിങ് മുസ്ലിമീങ്ങളല്ലേ. ബീഡി കെട്ടിട്ട് അതാ നാളത്തെ നൈപ്പ് നോക്കൂടെ അമുസ്ലിമീങ്ങളായ പെണ്ണിങ്ങു അതെന്തും പോണില്ല അങ്ങെന്തും പോണില്ല. ഇന്ന് വലിയ അങ്ങടി ഗ്രാൻഡ് ഓപ്പണിംഗ് ആയെങ്കിൽ അവിടെയൊക്കെ ഫസ്റ്റ് പോയിട്ട് എത്ര ആരാണ്? മുസ്ലിം പെണ്ണുങ്ങളാണ്. മേക്കപ്പ് ആക്കുമ്പോ എന്തേ ഉമ്മ എന്തേ മോളെ നിക്ക് തലക്ക് പോകാത്തെ? നാണ് നാളെ മരിക്കൊണ്ടു നന്റെ മൂക്ക് പറത്തി വയ്ക്കൊണ്ടു നാണ് ഫാഷൻ ആക്കടെ. ആരുകാണ് ഫാഷൻ ആക്കടെ? നാണ് ഫാഷൻ ആക്കണായത് അള്ളാഹുവാണ്. അള്ളാഹുടെ ഫാഷൻ എന്തരേ കൊണ്ടുണ്ടാ 5 വക്ത് നിസ്കരിക്കുമ്പോ ഉളു എടുക്കതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നല്ലേ ഈ ദുനിയാവുൽ 5 വക്ത് നിസ്കാരത്തിക്ക് ഉളു എടുത്തങ്ങ ചന്ത ഉളു എടുത്തങ്ങ അതിലെ എല്ലാ സുന്നത്തുകളും വീട്ടിട്ട് ഉളു എടുത്ത ആൾമാർ അങ്ങ ഈ ദുനിയാവില് മാത്രല്ല നാളെ സ്വർഗത്തിലും അങ്ങക്ക് വേറെ ഒരു ഡോർ ഉണ്ട്. ആ ഡോറിൽ ഞങ്ങളെ വിളിക്കിടങ്ങനെ കൊണ്ടുണ്ട് യാ ഖുറൽ മുഹജ്ജലീൻ, ഏ ചന്തത്തെ ആൾമാരെ, ഏ കൈക്കാല് മുഖ ചന്ത ഉള്ള ആൾമാരെ ബറോ നിങ്ങ ബറോ നിങ്ങ അഞ്ഞ ക്യൂ നിക്കണ്ട, സ്വർഗത്തുക്ക് പോകൂ. നിങ്ങൾക്ക് സ്വർഗത്തുക്ക് പോകുള്ള ഡോർ ഇതാണ്. നിങ്ങക്ക് പാസ് ഡയറക്റ്റ് പാസ് ആണ്. നിങ്ങ ചന്തത്തെ ആൾമാരാണ്. നിങ്ങളെ മുഖ ലംഘ്യുണ്ടോ നിങ്ങ ഉളുവെടുത്ത കാരണം കൊണ്ട് ഇത് നാണ് ചൊന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. ഞങ്ങളെ എല്ലാമായ സാദാത്തങ്ങൾ ഉസ്താദ് ചൊന്നെങ്കിലും നിങ്ങൾ വിശ്വസിക്കണ്ട. ഇത് ചൊന്നത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹു ചൊന്നതല്ലാണ്ട് ഒരൊറ്റ ഫലക്കവും ഈ ദുനിയാവിലു നാവ് കൊണ്ട് ചെല്ലാത്ത വലിയ നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്തു നബിയാണ് ചൊല്ലേ എന്തിട്ട്
കറക്റ്റ് ചന്ത ഉളുവെടുക്കിടാൽമാർ അങ്ങളത്ര ചന്തത്താൾമാർ സ്വർഗത്തിൽ വേറെ ആരുമില്ല കേട്ടോ. അത്രയും ചന്തത്താൾമാരാണങ്ങ. അങ്ങളെ വിളിക്കണമേ സുന്ദരിട്ടാണ്, നീന് സ്വർഗത്തിക്ക് ബാണ്ടാണ്, സുന്ദരാണ്ടാണ് വിളിക്കരേ. ചന്ത ഉള്ളവനെ നീ ബാണ്ടാണ് ചൊല്ല്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണങ്ങ. എവിടെ? സ്വർഗത്തിലും. അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു വലിയ ഡോക്ടറാണ് പിന്നെ CR ചന്ദ്രശേഖർ ചെന്നിട്ടു. എത്ര ബുക്സ് ആണുള്ളത്? നവ കർണാടക പബ്ലിക്കേഷന്റെ ಬಹುತೇಕ ಪುಸ್ತಕ CR ಚಂದ್ರಶೇಖರ್ ಅದಾണ്. ಆ CR ಚಂದ್ರಶೇಖರ್ ಒಟ್ಟಿಗೆ ಕೇಕಡೆ ഒരു ಕ್ವೆಶ್ಚನ್ ಉಂಟು. ಎಂದ್ರೆ ಗೊತ್ತುಂಟ? ಡಾಕ್ಟರ್ CR ಚಂದ್ರಶೇಖರ್ ಒಟ್ಟಿಗೆ ಕೇಕಡೆ ഞങ്ങളെ മുഖത്തിലും ഒടവെങ്ങ ഉണ്ടു, ഞങ്ങളെ മുഖത്തിലും മുദ്ദാനകളുണ്ടു. ഈ മുദ്ദാനിയെല്ലാം പോണം, ഞങ്ങളെ മുഖം ഒന്ന് ചന്താവണം. അപ്പൊ ಅದಕ್ಕೆ ಎಂದ್ರೆ ಮರಂದು ಉಂಟು ಕೇಟപ്പോ ಆ CR ಚಂದ್ರಶೇಖರ್ ಜೊಲ್ಲೆ ಉತ್ತರ ಎಂದ್ರೆ ಗೊತ್ತುಂಟ? ಬೊಗಸೆ ಕೈಯಲ್ಲಿ ನೀರನ್ನು ಹಿಡಿದು ಮುಖವನ್ನ ತೊಳೆಯಬೇಕು. ಅದು ಎಷ್ಟು ಸಾರಿ ತೊಳೆಯಬೇಕು? ದಿನಕ್ಕೆ ನಿಮಗೆ ಎಷ್ಟು ಸಾರಿ ತೊಳೆಯಲಿಕ್ಕಾಗುತ್ತದೆ ಅಷ್ಟು ಸಾರಿ ನೀವು ತೊಳೆಯಬೇಕು. ಬೊಗಸೆ ಕೈಯಲ್ಲಿ ನೀರನ್ನ ಹಿಡಿದು ಮುಖ ತೊಳೆಯುತ್ತಾ ಇದ್ರೆ ಅದಕ್ಕೆ ನೀವು ಸೋಪನ್ನ ಬಳಸಬೇಡಿ, ಫೇಸ್ ವಾಶ್ ಅನ್ನ ಬಳಸಬೇಡಿ. ಅದರಲ್ಲಿ ಕೆಮಿಕಲ್ ಇರ್ತದೆ. ಮುಖ ತಣ್ಣೀರಿನಿಂದ, ಒಳ್ಳೆಯ ಶುಚಿಯಾದ ಶುದ್ಧವಾದ ನೀರಿನಿಂದ ತೊಳೆಯುತ್ತಾ ಇದ್ರೆ ನಿಮ್ಮ ಮುಖದ ಕಾಂತಿ ಜಾಸ್ತಿ ಆಗ್ತದೆ. ആരാണിത് ചൊല്ലേ? CR ചന്ദ്രശേഖർ ആണ് ചൊല്ലേ. അവനെ ആണ് ചൊല്ലേ. ഷുഗറും ബിപിയും ലോ ആവണമെങ്കിൽ ഏത് ടാബ്ലറ്റ് കുടിക്കണോണ്ടല്ല കേക്കടേ, എന്താക്കണോണ്ട് കേട്ടപ്പോ അതേ ഡോക്ടറാണ് ഉത്തരം ചൊല്ലേ. എന്ത്ര ഉത്തര എന്തേ ചെന്നെങ്കിൽ സുബൈക്ക് ചുറ്റും നിങ്ങൾ പള്ളിക്ക് നടക്കണം, കൈ ബീസിട്ട് നടക്കണം. പള്ളിക്ക് ഉണ്ട് ചെന്നിട്ടില്ല, പക്ഷേ നടക്കണം. നടക്കണതിനെ നിങ്ങൾ ആദത്താക്കണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, നിങ്ങൾ സുബൈക്ക് 5 വക്ത് നിസ്കാരത്തും പള്ളിക്ക് സ്കൂട്ടറിൽ പോണൂട്ടല്ല നബി തങ്ങ ചൊന്നേ. അണ്ട് വണ്ടയാണ് ഇന്നത് വണ്ടയിൽ പോണൂട്ടല്ല ചൊന്നേ, കുതിരയിൽ പോണൂട്ടല്ല ചൊന്നേ, വാഹനത്തിൽ പോണൂട്ടല്ല ചൊന്നേ, നടന്നിട്ട് പോരും. ആ നടന്നിട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത ബെനിഫിറ്റ് ആണ്. ഖാല റസൂലുള്ളാഹി.